Welcome to Focus Area class. P Block Elements. ഈ ടോപ്പിക്കിലെ മൂന്നാമത്തെ ക്ലാസ്സാണിത്. നമ്മുടെ ഫോക്കസ് ഏരിയ പരിശോധിക്കാം. ഡൈബോറെയിൻ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്തത് അലോട്രോപ്സ് ഓഫ് കാർബൺ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തു. ഇനി ബാക്കിയുള്ളത് കാർബൺ മോണോക്സൈഡ്, പിന്നെ സിലിക്കോൺസ്. ഈ രണ്ട് ഭാഗങ്ങളും ഇന്ന് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നോക്കൂ. റൈറ്റ് എ നോട്ട് ഓൺ കാർബൺ മോണോക്സൈഡ്. കാർബണിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് ഓക്സൈഡുകളാണ് കാർബൺ മോണോക്സൈഡും കാർബൺ ഡയോക്സൈഡും. അതിലെ കാർബൺ മോണോക്സൈഡാണ് നമ്മുടെ ഫോക്കസ് ഏരിയ. അതിൻ്റെ പ്രിപ്പറേഷൻ നമുക്കൊന്ന് പരിശോധിക്കാം. കാർബൺ ഓൺ ഹീറ്റിംഗ് ഇൻ ലിമിറ്റഡ് സപ്ലൈ ഓഫ് എയർ or oxygen yields carbon monoxide. കാർബണിനെ ചൂടാക്കണം. ലിമിറ്റഡ് സപ്ലൈ ഓഫ് എയർ മാത്രമേ ഉപയോഗിക്കാൻ പാടൂ. അതായത് ഇൻകംപ്ലീറ്റ് കമ്പഷൻ ആയിരിക്കണം, ഭാഗികമായ ജ്വലനം ആയിരിക്കണം. Carbon on heating in limited supply of air or oxygen yields carbon monoxide. ഇപ്പോൾ കാർബൺ എന്ന് പറയുന്ന എലമെൻറ്റ് അതിനെ ഹീറ്റ് ചെയ്താൽ മതി. എങ്ങനെ? ഇൻ ലിമിറ്റഡ് സപ്ലൈ ഓഫ് എയർ അല്ലെങ്കിൽ ഓക്സിജൻ. ഈ സമയത്ത് കാർബൺ മോണോക്സൈഡ് ഉണ്ടാകും. അതായത് കാർബണിൻ്റെ ഇൻകംപ്ലീറ്റ് കമ്പഷൻ ആണ് നടക്കുന്നത്. വേണമെങ്കിൽ ബ്രാക്കറ്റിലൊന്ന് സൂചിപ്പിക്കാം. ഇൻകംപ്ലീറ്റ് കമ്പഷൻ. കാർബണിനെ കംപ്ലീറ്റ് ആയിട്ട് കമ്പഷൻ ചെയ്താൽ കാർബൺ ഡയോക്സൈഡ് ആണ് കിട്ടുന്നത്. ധാരാളം വായു ഉപയോഗിച്ച് കാർബണിനെ ചൂടാക്കുകയാണെങ്കിൽ കാർബൺ ഡയോക്സൈഡ് കിട്ടും. ഇത് ഇൻകംപ്ലീറ്റ് കമ്പഷനാണ്. അതുകൊണ്ടാണ് ലിമിറ്റഡ് സപ്ലൈ ഓഫ് എയർ എന്ന് ഉപയോഗിച്ചത്. ആ ഇക്വേഷൻ ഒന്ന് നോക്കി വെക്കണം. കാർബൺ പ്ലസ് ഓക്സിജൻ ഗീവ്സ് കാർബൺ മോണോക്സൈഡ്. ബാലൻസ് ചെയ്തിട്ടുണ്ട്. 2C പ്ലസ് O2 ഗീവ്സ് 2CO. ഈ ഡെൽറ്റ എന്ന് കാണിച്ചിരിക്കുന്നത് ചൂടാക്കുന്നു എന്നതിനെ കാണിക്കാനാണ്. ഡെൽറ്റ കണ്ടോ? ഡെൽറ്റ. ഇനി അടുത്തത് ഫോമിക് ആസിഡ്. അതിനെ എഴുതുന്നത് HCOOH. ഫോമിക് ആസിഡ്. അതിൻ്റെ IUPAC നെയിമാണ് മെഥനോയിക് ആസിഡ്. വേണമെങ്കിൽ ബ്രാക്കറ്റിലൊന്ന് എഴുതാം. മെഥനോയിക് ആസിഡ്. മെഥനോയിക് ആസിഡ് ഉറുമ്പിലൊക്കെ ഉള്ള ആസിഡാണ്. ഉറുമ്പ് കടിക്കുമ്പോൾ അല്ലേ ശരീരത്തിൽ ചൊറിച്ചിലുണ്ടാവാനും ശരീരം അല്ലേ തടിച്ച് ഇങ്ങനെ വീങ്ങാനും കാരണം ഫോമിക് ആസിഡ് കുത്തിവെക്കുന്നത് കൊണ്ടാണ്. ഇപ്പോൾ ഫോമിക് ആസിഡ് എൻ്റെ മറ്റൊരു പേരാണ് മെഥനോയിക് ആസിഡ്. ഫോമിക് ആസിഡിനെ ചൂടാക്കുക. ടെമ്പറേച്ചർ 373 കെൽവിനാണ്. 373 കെൽവിൻ ടെമ്പറേച്ചർ വരുന്നത്. 373 കെൽവിൻ. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കണം. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിൻ്റെ ജോലി ഡീഹൈഡ്രേഷനാണ്. അതായത് വെള്ളത്തിനെ റിമൂവ് ചെയ്യും. അപ്പോൾ നോക്കൂ, 2H ഒരു O, H2 ആയിട്ട് പോയി. കണ്ടോ? ഫോമിക് ആസിഡിൽ നിന്നും വാട്ടറിനെ റിമൂവ് ചെയ്തു.
അപ്പോൾ 2H ഒരു O, H2. ബാക്കി വരുന്നത് CO ആണ്. അപ്പോൾ ഫോമിക് ആസിഡിനെ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിച്ച് ഡീഹൈഡ്രേറ്റ് ചെയ്താൽ കാർബൺ മോണോക്സൈഡ് ഉണ്ടാക്കാം. ഡീഹൈഡ്രേഷൻ ഓഫ് ഫോമിക് ആസിഡ് വിത്ത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്, അതായത് H2SO4 അറ്റ് 373 Kelvin ഗീവ്സ് പ്യുവർ കാർബൺ മോണോക്സൈഡ്. ഈ ഇക്വേഷൻ ഒന്ന് പഠിക്കണം. ഇതൊരു ലാബ് പ്രിപ്പറേഷൻ കൂടിയാണ്. വേണമെങ്കിൽ ലാബ് പ്രിപ്പറേഷൻ എന്ന് എഴുതാം. ലാബ് പ്രിപ്പറേഷൻ, കാർബൺ മോണോക്സൈഡിൻ്റെ ലാബ് പ്രിപ്പറേഷൻ ചോദിച്ചാൽ ഇത് എഴുതിയാൽ മതി. ഓക്കെ, അടുത്തത് നോക്കിക്കോളൂ. ചുട്ടുപഴുത്ത കാർബൺ, അല്ലേ, നന്നായി ചൂടാക്കിയ കാർബൺ, ഹോട്ട് കോക്ക് എന്നാണ് വിളിക്കുക. ഹോട്ട് കോക്ക്, ചുട്ടുപഴുത്ത കാർബൺ, അല്ലേ. അതിൻ്റെ മേലെ, അതിൻ്റെ മുകളിൽ കൂടി നീരാവി കടത്തിവിട്ടാൽ, സ്റ്റീം കടത്തിവിട്ടാൽ കാർബൺ മോണോക്സൈഡിൻ്റെയും ഹൈഡ്രജൻ്റെയും ഒരു മിക്സർ കിട്ടും. അതിൽ നിന്നും നമുക്ക് കാർബൺ മോണോക്സൈഡ് സെപ്പറേറ്റ് ചെയ്യാം. ദ പാസേജ് ഓഫ് സ്റ്റീം, നീരാവി, ഓവർ ഹോട്ട് കോക്ക് ഗീവ്സ് കാർബൺ മോണോക്സൈഡ്, അല്ലേ. ശരിക്കും കിട്ടുന്നത് ഈ മിക്സർ ഓഫ് കാർബൺ മോണോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ ആണ്. അങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഗീവ്സ് എ മിക്സ്ചർ ഓഫ് കാർബൺ മോണോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ. ഇതാണ് ശരിക്കും കിട്ടുന്നത്. ഇതിൽ നിന്നാണ് കാർബൺ മോണോക്സൈഡ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്. എങ്ങനെ വേണമെങ്കിലും എഴുതാം. അപ്പോൾ ഹോട്ട് കോക്കിൻ്റെ മേലെ സ്റ്റീം പാസ് ചെയ്താൽ, കടത്തിവിട്ടാൽ കാർബൺ മോണോക്സൈഡ് കിട്ടും. കൃത്യമായി പറയുകയാണെങ്കിൽ വി ഗെറ്റ് എ മിക്സർ ഓഫ് കാർബൺ മോണോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ. അങ്ങനെ എഴുതിയാലും മതി. ഓക്കെ, അപ്പോൾ CH2 ഗ്യാസ് എന്ന് പറഞ്ഞാൽ സ്റ്റീമാണ്. ടെമ്പറേച്ചർ നോക്കാം, അല്ലെങ്കിൽ ഹീറ്റ് ചെയ്യാന്ന് എഴുതിയാലും മതി. ഹീറ്റ് എന്ന് എഴുതിയാലും മതി. 473 മുതൽ 1273 Kelvin വരെ ആവാം. We will be getting a mixture of carbon monoxide and hydrogen, and that mixture is known as water gas. Very important point. So what is water gas? A mixture of carbon monoxide and hydrogen. കാർബൺ മോണോക്സൈഡിൻ്റെയും ഹൈഡ്രജൻ്റെയും ഒരു മിക്സറാണ് വാട്ടർ ഗ്യാസ് എന്ന് പറയുന്നത്. ഇതുപോലെ മറ്റൊരെണ്ണമുണ്ട്, അതും കൂടെ നോക്കാം. എ മിക്സ്ചർ ഓഫ് കാർബൺ മോണോക്സൈഡ് ആൻഡ് നൈട്രജൻ, അതിനെ വിളിക്കുന്ന പേര് പ്രൊഡ്യൂസർ ഗ്യാസ് എന്നാണ്. കോൾഡ് പ്രൊഡ്യൂസർ ഗ്യാസ്. കാർബൺ മോണോക്സൈഡിൻ്റെയും നൈട്രജൻ്റെയും മിക്സറിനെ പ്രൊഡ്യൂസർ ഗ്യാസ് എന്നാണ് വിളിക്കുന്നത്. ഇതെപ്പോഴാണ് കിട്ടുന്നത്? സ്റ്റീമിന് പകരം എയർ ഉപയോഗിച്ചാൽ മതി, അല്ലേ. റെഡ് ഹോട്ട് കോക്കിൻ്റെ മേലെ നേരത്തെ നമ്മൾ സ്റ്റീമാണ് കടത്തിവിട്ടത്. സ്റ്റീമിന് പകരം എയർ ഉപയോഗിച്ചാൽ മതി. എയറിൽ പ്രധാനമായിട്ടുള്ളത് നമുക്കറിയാം, നൈട്രജനും ഓക്സിജനുമാണ്. അപ്പോൾ കാർബണും ഓക്സിജനും നൈട്രജനും പ്രവർത്തിക്കും, അല്ലേ. വി ഗെറ്റ് എ മിക്സർ ഓഫ് കാർബൺ മോണോക്സൈഡ് ആൻഡ് നൈട്രജൻ. വി ഗെറ്റ് എ മിക്സർ ഓഫ് കാർബൺ മോണോക്സൈഡ് ആൻഡ് നൈട്രജൻ, ആൻഡ് ദാറ്റ് മിക്സർ ഈസ് നോൺ ആസ് പ്രൊഡ്യൂസർ ഗ്യാസ്. അപ്പോൾ വാട്ടർ ഗ്യാസ് എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡിൻ്റെയും ഹൈഡ്രജൻ്റെയും മിക്സറാണ്. എങ്ങനെയാണിത് കിട്ടുന്നത്? അല്ലേ, വെൻ സ്റ്റീം ഈസ് പാസ്ഡ് ഓവർ റെഡ് ഹോട്ട് കോക്ക്, അപ്പോഴാണ് കിട്ടുന്നത്. മറിച്ച് വെൻ എയർ ഈസ് പാസ്ഡ് ഓവർ റെഡ് ഹോട്ട് കോക്ക് വി ഗെറ്റ് പ്രൊഡ്യൂസർ ഗ്യാസ്. പ്രൊഡ്യൂസർ ഗ്യാസ് ഈസ് എ മിക്സർ ഓഫ് കാർബൺ മോണോക്സൈഡ് ആൻഡ് നൈട്രജൻ. ഇത് രണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് നോക്കി വയ്ക്കണം. ഓക്കെ, ഇനി ഈ കാർബൺ മോണോക്സൈഡിൻ്റെ ചില പ്രോപ്പർട്ടീസ് നോക്കാം. ഇവിടെ ഒരു ഹെഡിങ് കൊടുക്കാം, പ്രോപ്പർട്ടീസ്. കാർബൺ മോണോക്സൈഡിൻ്റെ ചില പ്രോപ്പർട്ടീസാണ് പരിശോധിക്കുന്നത്. പ്രോപ്പർട്ടീസ്. കാർബൺ മോണോക്സൈഡ് ഈസ് എ പോയിസണസ് ഗ്യാസ്. ശ്വസിച്ചാൽ ജീവജാലങ്ങൾ മരിക്കും, ഡെത്ത് സംഭവിക്കും. എന്താണ് കാരണം?
കാർബൺ മോണോക്സൈഡ് ഹീമോഗ്ലോബിനുമായിട്ട് കൂടിച്ചേരും, കമ്പൈൻ ചെയ്യും. ഓക്സിജൻ കൂടിച്ചേരുന്നതിനേക്കാൾ വളരെ വേഗത്തിൽ കാർബൺ മോണോക്സൈഡ് ഹീമോഗ്ലോബിനുമായി കൂടിച്ചേരും. ഓക്സിജനേക്കാൾ ഇഷ്ടം ഹീമോഗ്ലോബിന് കാർബൺ മോണോക്സൈഡിനെയാണ്. കാരണം കാർബൺ മോണോക്സൈഡുമായിട്ടാണ് ഹീമോഗ്ലോബിൻ ഒരു സ്റ്റേബിൾ കോംപ്ലക്സ് ഉണ്ടാക്കുന്നത്. 300 മടങ്ങ് സ്റ്റേബിളാണ്. ഓക്സിജൻ ഉണ്ടാക്കുന്നതിനേക്കാൾ 300 മടങ്ങ് സ്റ്റേബിളാണ് കാർബൺ മോണോക്സൈഡ് ഉണ്ടാക്കുന്ന കോംപ്ലക്സ്. കാർബൺ മോണോക്സൈഡ് ഹീമോഗ്ലോബിനുമായി കമ്പൈൻ ചെയ്താൽ ഓക്സിജനും ഹീമോഗ്ലോബിനും തമ്മിൽ കമ്പൈൻ ചെയ്യാൻ കഴിയില്ല. സെല്ലിലേക്ക് ഓക്സിജൻ എത്തില്ല. സെൽ ഓക്സിഡേഷൻ തടയപ്പെടും. സെൽ ഓക്സിഡേഷൻ നടന്നില്ലെങ്കിൽ ആഹാര പദാർത്ഥങ്ങളിലെ എനർജി, ഊർജം സ്വതന്ത്രമാവില്ല, ഫ്രീ ആവില്ല. അങ്ങനെയാണ് ഡെത്ത് സംഭവിക്കുന്നത്. അതിവിടെ എഴുതിയിട്ടുണ്ട്, അത് നോക്കാം. കാർബൺ മോണോക്സൈഡ് ഈസ് എ പോയിസണസ് ഗ്യാസ്. ഇറ്റ് ഫോംസ് സ്റ്റേബിൾ കോംപ്ലക്സ് വിത്ത് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിനുമായിട്ട് സ്റ്റേബിൾ കോംപ്ലക്സ് ഉണ്ടാക്കും. വിച്ച് ഈസ് 300 ടൈംസ് മോർ സ്റ്റേബിൾ. ഉണ്ടോ? 300 മടങ്ങ് കൂടുതൽ സ്റ്റേബിളാണ് ദാൻ ആരെക്കാൾ? ഓക്സിജൻ ഹീമോഗ്ലോബിൻ കോംപ്ലക്സ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഓക്സിജനെ വഹിച്ചു കൊണ്ടുപോകാൻ, ക്യാരി ചെയ്യാൻ ഹീമോഗ്ലോബിന് കഴിയില്ല. അങ്ങനെയാണ് മരണം സംഭവിക്കുന്നത്. ഇറ്റ് പ്രിവെൻറ്റ്സ് ഹീമോഗ്ലോബിൻ ഫ്രം ക്യാരിയിങ് ബ്ലഡ് ആൻഡ് അൾട്ടിമേറ്റ്ലി റിസൾട്ട്സ് ഇൻ ഡെത്ത്. ഇങ്ങനെയാണ് കാർബൺ മോണോക്സൈഡ് പോയിസണിങ് ഉണ്ടാകുന്നത്, അല്ലേ? ദിസ് ഈസ് നോൺ ആസ് കാർബൺ മോണോക്സൈഡ് പോയിസണിങ് ആണെങ്കിൽ അങ്ങനെ എഴുതാം. ദിസ് ഈസ് നോൺ ആസ് കാർബൺ മോണോക്സൈഡ് പോയിസണിങ്. കാർബൺ മോണോക്സൈഡ് പോയിസണിങ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. കാർബൺ മോണോക്സൈഡ് ഒരു റെഡ്യൂസിങ് ഏജന്റാണ്. ബ്ലാസ്റ്റ് ഫർണേസ്, ഇരുമ്പ് നിർമ്മിക്കുന്ന ചൂളയാണ് ബ്ലാസ്റ്റ് ഫർണേസ്. അടുത്ത വർഷം പഠിക്കും. അതിലുപയോഗിക്കുന്ന ഒരു റെഡ്യൂസിങ് ഏജന്റാണ് കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡ് ഈസ് എ ഗുഡ് reducing agent. It is used അല്ലെങ്കിൽ it is the reducing agent അങ്ങനെ എഴുതാം. It is the reducing agent in blast furnace. ബ്ലാസ്റ്റ് ഫർണേസിൽ ഉപയോഗിക്കുന്ന റെഡ്യൂസിങ് ഏജന്റ് കാർബൺ മോണോക്സൈഡാണ്. അപ്പോൾ കാർബണിൻ്റെ ഇൻകംപ്ലീറ്റ് കമ്പഷൻ ആണ് കാർബൺ മോണോക്സൈഡ് ഉണ്ടാക്കുന്നത്. ലാബിലുണ്ടാക്കാൻ ഫോമിക് ആസിഡിനെ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡുമായി ട്രീറ്റ് ചെയ്താൽ മതി, പ്രവർത്തിപ്പിച്ചാൽ മതി. ഹീമോഗ്ലോബിൻ കാർബൺ മോണോക്സൈഡുമായിട്ട് പെട്ടെന്ന് കമ്പൈൻ ചെയ്യും. കാർബോക്സി ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ടാക്കും. കാർബോക്സി ഹീമോഗ്ലോബിൻ വേണമെങ്കിൽ ഇവിടെ നിന്ന് സൂചിപ്പിക്കാം, അല്ലേ? ഇറ്റ് ഫോംസ് എ സ്റ്റേബിൾ കോംപ്ലക്സ് വിത്ത് ഹീമോഗ്ലോബിൻ. അതിൻ്റെ പേരാണ് കാർബോക്സി ഹീമോഗ്ലോബിൻ. ഓക്സിജന് ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ബ്ലഡിൽ ഓക്സിജൻ്റെ അളവ് കുറയും. അത് മരണത്തിലേക്ക് നയിക്കും. ഇതിനാണ് കാർബൺ മോണോക്സൈഡ് പോയിസണിങ് എന്ന് പറയുന്നത്. കാർബൺ മോണോക്സൈഡ് നല്ലൊരു റെഡ്യൂസിങ് ഏജന്റാണ്. ഓക്കെ, ഇനി അടുത്ത ഫോക്കസ് ഏരിയ ചർച്ച ചെയ്യാം. റൈറ്റ് എ നോട്ട് ഓൺ സിലിക്കോൺസ്. എന്താണ് സിലിക്കോണുകൾ? ഓർഗാനോ സിലിക്കൺ പോളിമേഴ്സ്. ഇതാണ് സിലിക്കോൺസ്. ഓർഗാനോ സിലിക്കൺ പോളിമേഴ്സ് ആണ്. ചെറിയ ചെറിയ യൂണിറ്റുകൾ കൂടിച്ചേർന്ന് വലിയ യൂണിറ്റുകൾ ഉണ്ടാകുന്നതിനെയാണ് പോളിമറൈസേഷൻ എന്ന് വിളിക്കുന്നത്. ചെറിയ യൂണിറ്റുകൾ ചേർന്ന് വലിയ യൂണിറ്റ് ഉണ്ടാകുന്നു. ഈ വലിയ യൂണിറ്റാണ് പോളിമർ. ഓർഗാനോ സിലിക്കൺ പോളിമറാണ് സിലിക്കോണുകൾ.
അതിൽ ഓർഗാനിക് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ഓർഗാനിക് ഗ്രൂപ്പ് നമ്മൾ ആർ എന്ന് കാണിക്കാറുണ്ട്. ആർ നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ പഠിക്കുക ആൽക്കൈൽ ഗ്രൂപ്പുകളാണ്. ആൽക്കൈൽ ALKYL, മീഥൈൽ, ഈഥൈൽ, പ്രൊപ്പൈൽ, വിശദമായി പിന്നീട് നോക്കാം. അല്ലെങ്കിൽ അറൈൽ ഗ്രൂപ്പ് ആവാം, അരോമാറ്റിക് ഹൈഡ്രോ കാർബൺ, അതിൽ നിന്നും ഒരു ഹൈഡ്രജൻ പോകുമ്പോഴാണ് അറൈൽ ഗ്രൂപ്പ് കിട്ടുന്നത്. അറൈൽ ഗ്രൂപ്പ്. അപ്പോൾ ആൽക്കൈൽ അല്ലെങ്കിൽ അറൈൽ ഗ്രൂപ്പാണ് ആർ എന്ന് പറയുന്നത്. അപ്പോൾ ഓർഗാനിക് പാർട്ട് ഉണ്ട്, സിലിക്കൺ ഉണ്ട്. അപ്പോൾ ഓർഗാനോ സിലിക്കൺ പോളിമേഴ്സ് ആണ് സിലിക്കോൺസ്. ഇതിലെ റിപ്പീറ്റിംഗ് യൂണിറ്റ് ഏതാണെന്ന് നോക്കാം. റിപ്പീറ്റിംഗ് യൂണിറ്റ് R2, അതായത് 2 ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്, പിന്നെ ഒരു സിലിക്കൺ, ഒരു ഓക്സിജൻ, ഇങ്ങനെ N ടൈംസ് ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരും. അപ്പോൾ R2SiO N ടൈംസ്. ഇതാണ് ഇതിൻ്റെ റിപ്പീറ്റിംഗ് യൂണിറ്റ്. ഇത് ഇതുപോലെ അങ്ങോട്ട് പഠിക്കുക ബൈ ഹാർട്ട്. വിശദമായി നമുക്ക് നോക്കാം. പ്രിപ്പറേഷൻ എങ്ങനെയാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ? ഇതിലെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ എന്താണെന്ന് നോക്കാം. സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ സിലിക്കൺ ക്ലോറൈഡ് ആണ്. വെറും സിലിക്കൺ ക്ലോറൈഡ് ആണോ? അല്ല. ഇപ്പം സിലിക്കൺ ടെട്രാ ക്ലോറൈഡ് SiCl4 ആണെന്ന് കരുതുക. SiCl4 ഒരു Si സിലിക്കൺ, 4 ക്ലോറിൻ. ഈ 4 ക്ലോറിന് പകരം 2 R ഗ്രൂപ്പ് വന്നാൽ എന്തായി? R2SiCl2. അപ്പം സിലിക്കണിൻ്റെ കൂടെ 4 ക്ലോറിൻ ഉണ്ടായിരുന്നു. 4 ക്ലോറിന് പകരം 2 R ഗ്രൂപ്പ് വന്നാൽ എന്തായി? R2SiCl2. അതുപോലെ അപ്പോൾ സിലിക്കൺ ക്ലോറൈഡിലെ ക്ലോറിന് പകരം ആൽക്കൈൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ അറൈൽ ഗ്രൂപ്പ് വരണം, അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അവരാണ് സിലിക്കോൺ പോളിമർ ഉണ്ടാക്കാൻ വേണ്ട സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ. അതിവിടെ എഴുതിയിട്ടുണ്ട്. ആൽക്കൈൽ ഓർ അറൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് സിലിക്കോൺ ക്ലോറൈഡ്സ്. ആൽക്കൈൽ ഓർ അറൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് സിലിക്കൺ ക്ലോറൈഡ്സ്. അതിനെ ജനറലായിട്ട് ഇങ്ങനെ കാണിക്കുക. RnSiCl4 - ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ ബ്രാക്കറ്റിൽ എഴുതാം. അപ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. എക്സാമ്പിൾ R2SiCl2. ഇതാണ് ഒരു എക്സാമ്പിൾ വരുന്നത്. 2 R ഗ്രൂപ്പുകൾ വരും. 2 R ഗ്രൂപ്പ്, പിന്നെ 2 ക്ലോറിൻ, ഒരു സിലിക്കൺ, R2SiCl2. അപ്പോൾ സിലിക്കൺ ടെട്രാ ക്ലോറൈഡിലെ ക്ലോറിന് പകരം R ഗ്രൂപ്പ് വന്നു. അപ്പോൾ ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് സിലിക്കൺ ക്ലോറൈഡ്. അതാണ് ജനറലായിട്ട് ഇങ്ങനെ എഴുതി. ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് സിലിക്കൺ ക്ലോറൈഡ്സ്. ഇവരാണ് എന്ത്? ആർ ദി സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽസ്. ഇവരാണ് സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽസ് ഫോർ ദി മാനുഫാക്ചർ ഓഫ് സിലിക്കോൺസ്. ആർ എന്ന് പറയുന്നത് ആൽക്കൈൽ ഓർ അറൈൽ ഗ്രൂപ്പാണ്. ആർ എന്ന് പറയുന്നത് ആൽക്കൈൽ ഓർ അറൈൽ ഗ്രൂപ്പാണ്. ഓക്കെ, ആർ എന്ന് പറയുന്നത് ആൽക്കൈൽ ഓർ അറൈൽ ഗ്രൂപ്പാണ്. അത് പ്രത്യേകം നോട്ട് ചെയ്യണം. ഇനി ഇതിൻ്റെ ഒരു കെമിസ്ട്രി നമുക്ക് കൃത്യമായിട്ട് നോക്കാം. താല്പര്യമുള്ളവർക്ക് ഇതൊന്ന് പഠിക്കാം, എങ്ങനെയാണ് സിലിക്കോൺ പോളിമർ ഉണ്ടാവുന്നത്. അല്ലാത്തൊരു ഡെഫിനിഷൻ മാത്രം നോക്കുക. നോക്കിക്കോളൂ. സിലിക്കൺ എടുത്തു. ഇതാണ് സിലിക്കൺ Si. ഇതിലേക്ക് CH3Cl ആണ് ചേർക്കുന്നത്. CH3Cl എന്ന് പറഞ്ഞാൽ ക്ലോറോമീഥെയിൻ. എൻ്റെ പേര് ക്ലോറോമീഥെയിൻ എന്നാണ്. ക്ലോറോമീഥെയിൻ. മീഥൈൽ ക്ലോറൈഡ് എന്ന് വിളിക്കാം. 570 കെൽവിൻ കോപ്പർ പൗഡറാണ് കാറ്റലിസ്റ്റ്. സംഭവിക്കുന്നത് എന്താണ്? നമ്മുടെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ കിട്ടി. എന്താണ് സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ? 2 R ഗ്രൂപ്പ്, അതായത് 2 മീഥൈൽ ഗ്രൂപ്പ്, പിന്നെ 2 ക്ലോറിൻ, പിന്നെ Si. അപ്പോൾ ഇതിൻ്റെ പേര് ഡൈക്ലോറോ ഡൈമീഥൈൽ സിലേൻ എന്നാണ് ഇതിൻ്റെ പേര്. ഡൈക്ലോറോ ഡൈമീഥൈൽ സിലേൻ. പേര് താല്പര്യമുണ്ടെങ്കിൽ നോക്കി വയ്ക്കുക. ഡൈക്ലോറോ, അതായത് 2 ക്ലോറിൻ ഉണ്ട്. ഡൈമീഥൈൽ, 2 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, CH3. സിലേൻ SiLaN. ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കുകയാണ്.
വെള്ളം ചേർക്കുമ്പോൾ 2 ക്ലോറിന് പകരം OH വരും. അത്രയേ ഉള്ളൂ. 2 ക്ലോറിന് പകരം OH വരും. അതിനെ എഴുതുന്നത് ഇങ്ങനെയാണ്, നോക്കിക്കോളൂ. ഒരു സിലിക്കൺ കണ്ടോ, 2 CH3 2 OH കണ്ടല്ലേ. അപ്പം നമുക്ക് കിട്ടിയ ഈ ഡൈ ആൽക്കൈൽ ഡൈക്ലോറോ സിലൈൻ അതിലേക്ക് വെള്ളം ചേർത്തു. അപ്പോൾ ക്ലോറിന് പകരം OH വന്നു. ഒന്ന് കളർ കൊടുത്ത് എഴുതാം നിങ്ങൾക്ക്. 2 OH ഉണ്ടോ, 2 മീഥൈൽ ഗ്രൂപ്പ്. ഇങ്ങനത്തെ 3 മോളിക്യൂൾ അടുത്തടുത്ത് എഴുതി. 1 2 3 നോക്കൂ, 3 മോളിക്യൂൾ അടുത്തടുത്ത് എഴുതി. ഇങ്ങനെ വരിവരിക്ക് നിൽക്കുകയാണ്. എന്താ സംഭവിക്കുക നമുക്കറിയാം. ഇവർ കൂടിച്ചേരും. എങ്ങനെയായിരിക്കും കൂടിച്ചേരുക? ഒരു OHും Hും കൂടെ വാട്ടറായിട്ട് പോയി. കണ്ടോ, ഒരു OHും Hും വാട്ടറായിട്ട് പോയി. ഇവിടെ അതെ, OHും Hും വാട്ടറായിട്ട് പോയി. അപ്പോൾ ഈ 3 യൂണിറ്റുകളും കൂടിച്ചേർന്നു. 3 യൂണിറ്റുകളും കൂടിച്ചേർന്നാൽ എന്ത് സംഭവിക്കും? കണ്ടോ, 2 CH3 പിന്നെ O, 2 CH3 പിന്നെ O, പിന്നെ ഇവിടെ Si CH3 O. കണ്ടോ, ഈ യൂണിറ്റുകൾ കുറേ എണ്ണം ഇങ്ങനെ കൈകോർത്ത് നിൽക്കും. ഇങ്ങനെയാണ് സിലിക്കോൺ പോളിമേഴ്സ് ഉണ്ടാകുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്റ്റെപ്പും കൂടെ ഇവിടെ കാണിക്കാം. OHും പോയി, സിലിക്കൺ ഓക്സിജൻ സിലിക്കൺ ബോണ്ട് ഉണ്ടായി. സിലിക്കൺ ഓക്സിജൻ സിലിക്കൺ ബോണ്ട്. ഇവിടെയും OHും പോയാൽ എന്തുണ്ടാവും? സിലിക്കൺ ഓക്സിജൻ സിലിക്കൺ ബോണ്ട്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇവിടുത്തെ OHും ഒരു Hും വായിച്ച് കളയുക. ഇവിടുത്തെയും OHും ഒരു Hും വായിച്ച് കളയുക. ഇങ്ങനെ കുറേ എണ്ണം കൂടിച്ചേർന്നാൽ കിട്ടുന്ന രൂപം ഇങ്ങനെയാണ്. ഇതിനെയാണ് സിലിക്കോൺ പോളിമർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് നോക്കണം. സിലിക്കോൺ പോളിമർ, ഓർഗാനോ സിലിക്കൺ പോളിമേഴ്സ് ആണ് സിലിക്കോൺസ് എന്ന് പറയുന്നത്. അതിൻ്റെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ എന്താണ്? ഡൈ ആൽക്കൈൽ എന്ന് പറയേണ്ട ആൽക്കൈൽ ഓർ അറൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് സിലിക്കൺ ക്ലോറൈഡ്സ് ആണ്. ഒരു എക്സാമ്പിളാണ് ഈ എഴുതിയിട്ടുള്ളത്. R2SiCl2. R2 എന്നുള്ളതിന് പകരം അല്ലേ CH3 2 ഉപയോഗിച്ചാൽ മതി. അത് നിർമ്മിക്കുന്നൊരു രീതിയാണ് ഇവിടെ പറഞ്ഞത്. ഇത് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, OH ഒരു OHും Hും പോയി. അപ്പോൾ ഇവിടെ ഓക്സിജൻ മാത്രം വരും. നിങ്ങൾക്കങ്ങനെ കണക്ട് ചെയ്ത് എഴുതാം. ഇവിടെയും OHും Hും പ്രവർത്തിച്ച് H2O പോയി. അപ്പോൾ സിലിക്കൺ ഓക്സിജൻ സിലിക്കൺ ബോണ്ടുകൾ ഉണ്ടാവും. സിലിക്കൺ ഓക്സിജൻ സിലിക്കൺ ബോണ്ടുകൾ ഉണ്ടാവും അല്ലേ. സിലിക്കോൺസ് കണ്ടെയ്ൻ വേണമെങ്കിൽ അവിടെ എഴുതാം. സിലിക്കോൺസ് കണ്ടെയ്ൻ സിലിക്കൺ ഓക്സിജൻ സിലിക്കൺ ബോണ്ട്സ് ആൻഡ് പിന്നെ ഏത് ബോണ്ട് ഉണ്ടാവുക? സിലിക്കൺ കാർബൺ ബോണ്ട്. സിലിക്കൺ കാർബൺ ബോണ്ട്സ്. എങ്ങനെ സിലിക്കൺ കാർബൺ ബോണ്ട് ഉണ്ടാവുന്നത്? സിലിക്കൺ കാർബൺ ബോണ്ട്സ് എങ്ങനെ ഉണ്ടാവും? നമുക്കറിയാം, സിലിക്കണും CH3 തമ്മിൽ കണക്ഷൻ ഉണ്ട്. അപ്പോൾ സിലിക്കൺ കാർബൺ ബോണ്ട് ഉണ്ട്, സിലിക്കൺ ഓക്സിജൻ സിലിക്കൺ ബോണ്ട് ഉണ്ട്, സിലിക്കൺ കാർബൺ ബോണ്ട് ഉണ്ട്. അപ്പോൾ 2 തരം ബോണ്ടുകളാണ് പ്രധാനമായിട്ടുള്ളത്. സിലിക്കൺ ഓക്സിജൻ സിലിക്കൺ ബോണ്ട്സും സിലിക്കൺ കാർബൺ ബോണ്ട്സും. ദേ ആർ പ്യുവർ കോവാലന്റ് ബോണ്ട്സ് അല്ലേ. കോവാലന്റ് ബോണ്ട്സ് ആണ്. അതുകൊണ്ട് ഇവർക്ക് വെള്ളത്തിനെ ഇഷ്ടമല്ല, വാട്ടർ റിപ്പല്ലിംഗ് ആണ്. അതുകൊണ്ട് സിലിക്കോൺസ് വെള്ളത്തിനെ തട്ടിത്തെറിപ്പിക്കുന്ന ആൾക്കാരാണ്, വാട്ടർ റിപ്പല്ലിംഗ് ആണ്. അപ്പോൾ എഴുതുക, ദേ ആർ പ്യുവർ കോവാലന്റ് ബോണ്ട്സ്. നല്ല ഒന്നാം തരം കോവാലന്റ് ബോണ്ട്സ് ആണ്. കോവാലന്റ് ബോണ്ട്സ്. ദാറ്റ് ഈസ് വൈ, അതുകൊണ്ടാണ്, ദാറ്റ് ഈസ് വൈ സിലിക്കോൺസ് ആർ വാട്ടർ റിപ്പല്ലിംഗ് ഇൻ നേച്ചർ. ഇവരുടെ സ്വഭാവം അങ്ങനെ വരാൻ കാരണം എന്താണ്? അപ്പോൾ സിലിക്കോൺസ് വാട്ടർ റിപ്പല്ലിംഗ് ആണ്. വെള്ളത്തിനെ ഇവർക്ക് ഇഷ്ടമല്ല, വാട്ടർ റിപ്പല്ലിംഗ് ആണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടി നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. വെള്ളത്തിന് ഇഷ്ടമല്ല അല്ലേ. നല്ല വില കൂടിയ റെയിൻകോട്ട്, വാഹനങ്ങൾ മൂടിയിടാനുള്ള കവറുകൾ, ഗ്രീസുകൾ, സീലൻസ്, വാട്ടർ പ്രൂഫിങ്ങിന് വേണ്ടിയിട്ടൊക്കെ നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ വാട്ടർ റിപ്പല്ലിംഗ് എന്ന് പറയുന്ന നേച്ചർ വരാൻ കാരണം ഈ ബോണ്ടുകളുടെ പ്രത്യേകതയാണ്. പിന്നെ പോളിമറാണ്, ഒരുപാട് ബോണ്ടുകളുണ്ട് അല്ലേ. പ്യുവർ കോവാലന്റ് ബോണ്ട്സ് ആണ് ഇതിൽ ഉള്ളത്. അതുകൊണ്ട് ദേ ആർ വാട്ടർ റിപ്പല്ലിംഗ്. പ്രോപ്പർട്ടീസ് ഒന്ന് പരിശോധിക്കാം.
സിലിക്കോൺസ് ആർ വാട്ടർ റിപ്പല്ലിംഗ് ഇൻ നേച്ചർ. വെള്ളത്തെ ഇഷ്ടമല്ലാത്തവരാണ്, തട്ടിത്തെറിപ്പിക്കും. നമ്മുടെ ചേമ്പിൻ്റെ ഇലയിൽ വെള്ളം വീണാൽ എന്താണ് അല്ലേ, പെട്ടെന്ന് അത് ഒഴുകിപ്പോകും. നമുക്കറിയാം ചേമ്പിൻ്റെ ഇല നനയില്ല. അതുപോലെ തന്നെയാണ് ചില കുടയുടെ മേലേക്ക് വെള്ളം വീണാൽ പെട്ടെന്ന് പോകുന്നത് കാണാം, കുട നനയില്ല. അതൊക്കെ സിലിക്കോൺ പോളിമേഴ്സാണ്. ദേ ഹാവ് ഹൈ തെർമൽ സ്റ്റെബിലിറ്റി. തെർമൽ സ്റ്റെബിലിറ്റി ഉണ്ട്, ചൂട് താങ്ങാനുള്ള കഴിവുണ്ട്. പിന്നെ ഡൈ ഇലക്ട്രിക് സ്ട്രെങ്ത്, ഒരു ഇൻസുലേറ്റർ പ്രോപ്പർട്ടിയാണ് ഡൈ ഇലക്ട്രിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അല്ലേ, ഇൻസുലേറ്ററിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഒരു ഇൻസുലേറ്ററിനെ നമുക്ക് കണ്ടക്ടറാക്കി മാറ്റാം. അത്രയും ഹൈ വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ കൊടുക്കണം. എത്ര വോൾട്ടേജ് കൊടുക്കുമ്പോഴാണ് ഈ പദാർത്ഥം, എത്ര വോൾട്ടേജ് കൊടുക്കുമ്പോഴാണ്, എത്ര പൊട്ടൻഷ്യൽ കൊടുക്കുമ്പോഴാണ് ഒരു പദാർത്ഥം കണ്ടക്റ്റിംഗ് ആയി മാറുന്നത് എന്നുള്ളതിൻ്റെ ഒരു മെഷറാണ് ഡൈ ഇലക്ട്രിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇവർ ഇൻസുലേറ്ററാണ്, തെർമൽ സ്റ്റെബിലിറ്റി കൂടുതലാണ്, ഹൈ ഡൈലക്ട്രിക് സ്ട്രെങ്ത് ആണ്. ഹൈ വോൾട്ടേജ് കൊടുത്താൽ മാത്രമേ ഇവർ കണ്ടക്ടറായിട്ട് മാറും, അതാണ് ഉദ്ദേശിക്കുന്നത്. ഹൈ തെർമൽ സ്റ്റെബിലിറ്റി ഉണ്ട്. റെസിസ്റ്റൻറ്റ് ടു ഓക്സിഡേഷൻ ആൻഡ് കെമിക്കൽസ്. കെമിക്കൽസ് പെട്ടെന്ന് ഇതിനെ അറ്റാക്ക് ചെയ്യാൻ കഴിയില്ല, കാരണം പോളിമറാണ് അല്ലേ. ഇപ്പോൾ പ്ലാസ്റ്റിക് ബക്കറ്റിലൊക്കെ നമുക്ക് ആസിഡൊക്കെ ആക്കി വയ്ക്കാം, ബക്കറ്റ് പെട്ടെന്ന് കേടുവരുന്നുമില്ല. അതുപോലെ തന്നെ ദേ ആർ റെസിസ്റ്റൻറ്റ് ടു ഓക്സിഡേഷൻ ആൻഡ് കെമിക്കൽസ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടികളൊക്കെ സിലിക്കോൺ പോളിമേഴ്സിനുണ്ട്. വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള പദാർത്ഥങ്ങളാണ്. ആപ്ലിക്കേഷൻസ് സീലൻറ്റ് അല്ലേ, സീൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. കുപ്പികളൊക്കെ ഗ്രീസിൻ്റെ രൂപത്തിൽ ഉപയോഗിക്കും. അപ്പോൾ വാഹനങ്ങളുടെ ചില ഭാഗങ്ങളൊക്കെ തുരുമ്പ് പിടിക്കും, അപ്പോൾ അവിടെയൊക്കെ ഗ്രീസ് ആയിട്ട് അപ്ലൈ ചെയ്യാറുണ്ട്. ഇലക്ട്രിക്കൽ ഇൻസുലേറ്ററാണ്, കാരണം ഹൈ ഡൈലക്ട്രിക് പ്രോപ്പർട്ടിയാണ്. പിന്നെ വാട്ടർ പ്രൂഫിംഗ് ഓഫ് ഫാബ്രിക്സ്, കെട്ടിടങ്ങളുടെ വാട്ടർ പ്രൂഫിങ്ങിന് വേണ്ടി ഉപയോഗിക്കും. സിലിക്കോൺ പെയിൻസ് ഉണ്ട് അല്ലേ, യൂസ്ഡ് ഇൻ പെയിൻസ്, അതിൽ വേണമെങ്കിൽ പറയാം യൂസ്ഡ് ഇൻ പെയിൻസ്. പെയിൻറ്റുകളുണ്ട്, മഴയത്തും വെയിലത്തും മാറാത്ത ഭംഗി അല്ലേ, സിലിക്കോൺ അടങ്ങിയ പെയിൻറ്റുകളുണ്ട്. പിന്നെ സർജിക്കൽ ആൻഡ് കോസ്മെറ്റിക് പ്ലാന്റ്സ് ഇതിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇതൊക്കെയാണ് സിലിക്കോൺസിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ. ഇത്രയും നോക്കി വയ്ക്കണം. അപ്പോൾ സിലിക്കോൺസ് ഓർഗാനോ സിലിക്കൺ പോളിമേഴ്സാണ്. അതിൻ്റെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ഇതാണ്, ആൽക്കൈൽ ഓർ അറൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് സിലിക്കൺ ക്ലോറൈഡ്സ്. ഒരു എക്സാമ്പിൾ R2SiCl2. R എന്നുള്ളത് പകരം CH3 ഉപയോഗിക്കാം ഉണ്ടോ. സിലിക്കണിൻ്റെ കൂടെ CH3Cl പ്രവർത്തിപ്പിക്കുമ്പോഴാണ് ഇത് കിട്ടുന്നത്. പിന്നെ വെള്ളം ചേർത്തപ്പോൾ 2 ക്ലോറിന് പകരം 2 OH വന്നു. ഒരു മോളിക്യൂൾ ഇവിടെ എഴുതി, ഇങ്ങനെ കുറേ മോളിക്യൂൾസ് കൂടിച്ചേരും, കാരണം ഈ OH വെച്ചും കൂടെ വാട്ടറായിട്ട് പോകും. സിലിക്കൺ ഓക്സിജൻ സിലിക്കൺ ബോണ്ട്. നിങ്ങൾക്ക് അങ്ങനെ വരച്ച് നോക്കാം. അങ്ങനെ കുറേ എണ്ണം കൂടിച്ചേരുന്നു എന്ന് കാണിക്കാനാണ് ഈ റെപ്രസെൻറ്റേഷൻ. ഇതിനാണ് സിലിക്കോൺ പോളിമർ എന്ന് പറയുന്നത്. ഇതോടുകൂടി നമ്മുടെ ഫോക്കസ് ഏരിയ P ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ തീർന്നു. നോട്ട് നന്നായിട്ട് എഴുതിയെടുക്കുക. വലിയ ചാപ്റ്ററാണ്, കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഫോക്കസ് ഏരിയ മാത്രമേ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളൂ. വിശദമായി നമുക്ക് പിന്നീട് എടുക്കാം. ഓക്കെ, ബൈ.